വലിയൊരു അഴിമതി ഇവിടെ നടക്കുന്നുണ്ട് സാർ. എന്താണ് പറയുന്നത്? നമ്മുടെ വരയും കുതിരയ്ക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി 3000 കോടി മുക്കിയ ആളാണ് ഈ ധനകാര്യ മന്ത്രി. ഞാൻ ഇത്രയും നേരം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കണക്ക് കറക്റ്റാണ്. ബഡ്ജറ്റ് തീർന്നില്ല. ഇനി എന്നാ പറയാനുള്ളത് വേഗം പറ. ഞാൻ പറയട്ടെ, നിങ്ങൾ ഞാൻ അങ്ങനെ ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവനാണ് ഞാൻ. എനിക്ക് പറയാനുണ്ട്, പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കേരളത്തിലെ മന്ത്രിമാർക്കും അതുപോലെ തന്നെ MLA മാർക്കും കൗൺസിലർമാർക്കും ശമ്പളം ന്യായമായ രീതി കൂട്ടിയിട്ടുണ്ട്. എല്ലാരും പോയി. ആരും വായി നാക്കില്ല, എല്ലാവരും വായിൽ ഇപ്പൊ പഴ. ആരും മിണ്ടുന്നില്ല. അതങ്ങനെയാണല്ലോ. നേതാക്കന്മാർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട ജനങ്ങളുടെ കാര്യം അതോ ഗതി. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. താനേതാ? ഞാനിവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫാണ് സാർ. എന്നാ പറയാനുള്ളത്? നിങ്ങൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഈ തറയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഞങ്ങളാണ്. എനിക്കൊരു കാര്യം മനസ്സിലായോണ്ട് പറയാണ് സാർ, ഒന്നും തോന്നരുത്. പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ തറയിലല്ല അഴുക്ക്, നിങ്ങളുടെയൊക്കെ മനസ്സിനകത്താണ് അഴുക്ക്. അതാണ് ആദ്യം ക്ലീൻ ചെയ്യേണ്ടത്. പിന്നെ സാറിനോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും. നിങ്ങൾ എല്ലാ സാധനത്തിനും വില കൂട്ടി, പക്ഷെ ദൈവത്തെ ഓർത്ത് അരിക്ക് മാത്രം വില കൂട്ടരുത്. അതെന്താ? ഞങ്ങളെ പോലുള്ള പാവങ്ങൾ മരിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വായിക്കരി ഇടാനായിട്ട് കുറച്ച് അരി മേടിച്ചു വെക്കണം സാർ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ അഭ്യർത്ഥന പാലിച്ച് പാവപ്പെട്ടവരുടെ വായ്ക്കരി ഇടാൻ വേണ്ടിയിട്ട് ഒരു 3355 കോടി രൂപ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു.